ഈ വീഡിയോ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ചാണ്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ ആവാസവ്യവസ്ഥയെ പരിരക്ഷിച്ചുകൊണ്ടു വന്യജീവികളുടെ വംശനാശം തടയുന്നതിനായി പ്രഖ്യാപിക്കപ്പെട്ട സ്ഥലങ്ങൾ. കേരളത്തിൽ 18 വന്യജീവി സങ്കേതങ്ങളാണുള്ളത്. ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങൾ ഉള്ളത്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം പാലക്കാടാണ് ഉള്ളതു. 1973 സ്ഥാപിതമായതു. പെരിയാർ വന്യജീവി സങ്കേതം ഇടുക്കിയിലാണുള്ളത്. 1950 സ്ഥാപിതം. നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരത്താണുള്ളത്. 1958 സ്ഥാപിതമായതു. പീച്ചി വാഴാനി വന്യജീവി സങ്കേതം തൃശൂരാണുള്ളത്. 1958 സ്ഥാപിതമായത്. വയനാട് വന്യജീവി സങ്കേതം വയനാടാണുള്ളത്. 1973 സ്ഥാപിതമായതു. ഇടുക്കി വന്യജീവി സങ്കേതം ഇടുക്കിയിലാണുള്ളത്. 1976 സ്ഥാപിത. പേപ്പാറ വന്യജീവി സങ്കേതം തിരുവനന്തപുരത്താണുള്ളത്. 1983 സ്ഥാപിതമായതു. തട്ടേക്കാട് പക്ഷി സങ്കേതം എറണാകുളത്താണുള്ളത്. 1983 സ്ഥാപിതമായതു. ചെന്തുരുണി വന്യജീവി സങ്കേതം കൊല്ലത്താണുള്ളത്. 1984 സ്ഥാപിതമായതു. ചിന്നാർ വന്യജീവി സങ്കേതം ഇടുക്കിയിലാണുള്ളത്. 1984 സ്ഥാപിതമായതു. ചിമ്മിനി വന്യജീവി സങ്കേതം തൃശൂരാണുള്ളത്. 1984 സ്ഥാപിതമായതു. ആറളം വന്യജീവി സങ്കേതം കണ്ണൂരാണുള്ളത്. 1984 സ്ഥാപിതമായതു. മംഗളവനം പക്ഷി സങ്കേതം എറണാകുളത്താണുള്ളത്. 2004 സ്ഥാപിതമായതു. കുറിഞ്ഞിമല വന്യജീവി സങ്കേതം ഇടുക്കിയിലാണുള്ളത്. 2006 സ്ഥാപിതമായതു. ചൂലന്നൂർ മയിൽ സങ്കേതം പാലക്കാടാണുള്ളത്. 2007 സ്ഥാപിതമായതു. മലബാർ വന്യജീവി സങ്കേതം കോഴിക്കോടാണുള്ളത്. 2009 സ്ഥാപിതമായതു. കൊട്ടിയൂർ വന്യജീവി സങ്കേതം കണ്ണൂരാണുള്ളത്. 2011 സ്ഥാപിതമായതു. കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറത്താണുള്ളത്. 2019 സ്ഥാപിതമായത്. കൂട്ടുകാരെ, ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തു ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇടുന്ന നിങ്ങൾക്കുപകാരപ്രദമാകുന്ന എഡ്യൂക്കേഷൻ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.